ജെൻസി കിഡ്സ് എന്ന് നമ്മൾ എപ്പോഴും ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ആദ്യം കേൾക്കുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്താണ് ഈ ജെൻസി കിഡ്സ് എന്ന് പറയുന്നത്, എന്താണ് വ്യത്യാസം എന്നൊക്കെ. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഓരോ കാലഘട്ടത്തിലും ജനിക്കുന്ന ആൾക്കാരെ ഓരോ പേരുകളിൽ അറിയപ്പെടുന്നു എന്നുള്ളത്. മില്ലേനിയൽസ്, ജെൻസി കിഡ്, ജെൻ ആൽഫ, ജെൻ ബീറ്റ എന്നൊക്കെ. ഇതിൽ ഇന്ന് നിങ്ങൾ കരിയർ അഡ്വൈസസ് കൂടുതലായിട്ട് കൊടുക്കാൻ സാധ്യതയുള്ളത് ജെൻസി കിഡ്സിനാണ്. കാരണം 1995, 1997 കാലഘട്ടം മുതൽ 2010, 2012 കാലഘട്ടം വരെ ജനിച്ച കുട്ടികളെയാണ് ഈ ജെൻസി കിഡ്സ് എന്ന് സാധാരണ പറയാറുള്ളത്. ഇവരുടെ കരിയർ ആസ്പിറേഷൻ നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെ തലമുറ പോലെ അല്ല. അതായത് എൻ്റെ കാലഘട്ടമോ അതിനു മുന്നേ ഉള്ള കാലഘട്ടത്തിലോ ഉള്ള ആൾക്കാരുടെ ഒരു കരിയർ എക്സ്പെക്റ്റേഷൻസ് അല്ല ഈ കുട്ടികൾക്കുള്ളത്. പണ്ടത്തെ തലമുറയ്ക്ക് എങ്ങനെയാണ് ഒരു സാലറീഡ് ആയിട്ടുള്ളൊരു ജോബ് വേണം, ഒരു ജോബ് സെക്യൂരിറ്റി, അതിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. പക്ഷേ നിങ്ങൾ ഇന്ന് കുട്ടികളെ കാണുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോഴോ എക്സ്പെക്റ്റേഷൻസ് മനസ്സിലാക്കുമ്പോഴോ നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് അവർക്ക് ഈ പറയുന്ന സാലറീഡ് ജോബ് അല്ലെങ്കിൽ ജോബ് സെക്യൂരിറ്റി ഇതൊക്കെ ഒരു ബോറിംഗ് ഫാക്ടറാണ്. അവർക്ക് വേണ്ടത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കരിയേഴ്സാണ്. ഒരു ക്യൂബിക്കിൾ ജോബ്സിനോട് ഇന്നത്തെ ജെൻസി കിഡ്സിന് താല്പര്യമേ ഇല്ല. അവർക്ക് കുറച്ച് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങളാണ് താല്പര്യമുള്ളത്. വളരെ പ്രൊഡക്റ്റീവായിട്ട് അവർക്ക് വർക്ക് ചെയ്യാനും സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ സാഹചര്യത്തിൽ ഈ പറയുന്ന കുട്ടികൾ ഇന്ന് കൂടുതലും, അത് ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, കാണാൻ വരുന്ന സമയത്ത് കൂടുതലും സസ്റ്റൈനബിലിറ്റി ജോബ്സിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഈ സസ്റ്റൈനബിലിറ്റി ജോബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ കുട്ടികളെല്ലാവരും ഇന്ന് ഡിജിറ്റൽ മീഡിയയിലും അവർക്ക് ഇൻഫർമേഷൻസൊക്കെ വളരെ ഒരു ഫിംഗർ ടിപ്പിലാണ്. ഇങ്ങനെ ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ന്യൂ ഇൻഫർമേഷൻസ് വരികയാണ്. അപ്പോൾ അവർ കൂടുതലും ഈ ഫ്ലഡ്, ഫോറസ്റ്റ് ഫയർ അല്ലെങ്കിൽ പൊല്യൂഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടും അതിനെക്കുറിച്ച് ഒരു പ്ലാനറ്റ് ഡേഞ്ചറിലാണ്, ക്ലൈമറ്റ് ചേഞ്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വെൽ അവെയറാണ്. അതിൻ്റെ കാരണം ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് അതിൽ പങ്കുവഹിക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ടാവണം അവർ കൂടുതലും ഈ പ്രോബ്ലത്തിൻ്റെ ഭാഗമാവാനല്ല സൊല്യൂഷൻ്റെ ഭാഗമാവാനായിട്ടാണ് കരുതുന്നത്. അപ്പോൾ ഈ സസ്റ്റൈനബിലിറ്റി ജോബ് എന്താണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലി സാധ്യതകൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഈ പറയുന്ന ഏത് സ്ട്രീം എടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന മേഖലകളിൽ ഇന്ന് ജോലി സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. സസ്റ്റൈനബിലിറ്റി ജോബ്സ് എന്ന് പറയുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ജോബ്സ്, നമ്മൾ അങ്ങനെ പറയുമ്പോൾ സയൻസ് പഠിച്ച ആൾക്കാർക്കാണ് കൂടുതൽ സാധ്യത എന്ന് നമ്മൾ കരുതും. ഒരിക്കലും അങ്ങനെയല്ല. ഇപ്പോൾ സയൻസ് പഠിച്ച ആൾക്കാർക്ക് സാധ്യത കൂടുതലാണ് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാർക്കും സാധ്യതകളുണ്ട്. ഇപ്പം അഗ്രികൾച്ചർ പഠിച്ച ആൾക്കാർക്ക് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിലേക്ക് പോകാം. അത് അഗ്രികൾച്ചർ പഠിച്ച ആൾക്കാർ മാത്രമല്ല ഇന്ന് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിലേക്ക് പോകുന്നത്. ഒരുപാട് ഗ്രീൻ സ്റ്റാർട്ടപ്പിൻ്റെ കാലമാണിന്ന്. സ്റ്റാർട്ടപ്പുകളിൽ കൂടുതലും ഇന്ന് ഫണ്ടുകൾ ലഭിക്കുന്നതും ക്ലൈമറ്റ് ചേഞ്ചും സസ്റ്റൈനബിലിറ്റിയും എനർജി മാനേജ്മെൻറ്റും അങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് ഇന്ന്. അപ്പം ഈ പറയുന്ന മേഖലകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ അതിനനുസരിച്ച് വേണം നിങ്ങൾ കരിയർ ഉപദേശങ്ങൾ നൽകാനായിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് സസ്റ്റൈനബിലിറ്റി ജോബെന്നും ആ മേഖല എന്താണെന്നും മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. സയൻസ് പഠിച്ചാൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിങ്ങിലേക്കൊക്കെ പോകുന്നത് പോലെ തന്നെയാണ് ഇന്ന് ലോ പഠിച്ചാലും ഹ്യൂമാനിറ്റീസ് പഠിച്ചാലും നിങ്ങൾക്ക് ക്ലൈമറ്റ് അഡ്വക്കേറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും, ക്ലൈമറ്റ് എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സസ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസും ടോപ്പ് യൂണിവേഴ്സിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബികോം കഴിഞ്ഞിട്ട് സസ്റ്റൈനബിലിറ്റി ജോബ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ലായിരിക്കാം. ഗ്രീൻ ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറയുന്ന ജോബ് ബികോം കഴിഞ്ഞ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഈവൻ MBAയിൽ തന്നെ സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ സ്പെഷ്യലൈസേഷൻസ് ഇന്നുണ്ട്. അപ്പം ഏത് മേഖലയായാലും, ഇപ്പോൾ സോഷ്യൽ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിയായാലും, ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസോ എക്കണോമിക്സോ സോഷ്യോളജിയോ പഠിക്കുന്ന കുട്ടിയായാലും ഈ പറയുന്ന മേഖലകളിൽ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ സയൻസിൽ ഒരുപാട് ക്രോസ് ഡിസിപ്ലിനറി കോഴ്സസ് ഇന്നുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് സുവോളജി, ബോട്ടണി, കെമിസ്ട്രി, ഫിസിക്സ് എന്ന് പറയുന്നതിൽ നിന്ന് മാറി ഇന്ന് മെറൈൻ ബയോടെക്നോളജി, ഓഷ്യനോഗ്രഫി, ബിടെക് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, ബിടെക് ബയോടെക്നോളജി, ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സസ് സയൻസുമായി ബന്ധപ്പെട്ടും നമുക്ക് ഉണ്ട്. അതുമാത്രമല്ല ഇപ്പോൾ ജേർണലിസം കഴിഞ്ഞ ആൾക്കാർ
പല എക്കോ ജേർണലിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ കുറിച്ച് എഴുതുന്ന ഒരുപാട് ജേർണലിസ്റ്റ് ഉണ്ട്, അതിനെ ഫോക്കസ് ചെയ്യുന്ന ജേർണലിസം സ്റ്റുഡൻസ് ഉണ്ട്. ഒരുപാട് ക്ലബ്ബുകൾ ഇന്നുണ്ട്, ബയോ ക്ലബ്ബ്, എക്കോ ക്ലബ്ബ് ഒക്കെ. അതുമാത്രമല്ല യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനെ കുറിച്ച് ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് സ്കൂളുകളിൽ മോഡൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രോഗ്രാംസ് റൺ ആവുന്നുണ്ട്. അപ്പം ഇതിൽ നിന്നൊക്കെ കുട്ടികൾക്ക് അത്യാവശ്യം എക്സ്പോഷർ കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ പറയുന്ന മേഖലകളിലാണ് ഇനിയുള്ള ജോലി സാധ്യതകൾ കൂടുതൽ വരാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ട്രെൻഡിനനുസരിച്ച് നമ്മൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകളിൽ ഏതൊക്കെ അഡീഷണൽ കോഴ്സസ് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നും മനസ്സിലാക്കിയിരിക്കുക. ഈ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കോഴ്സുകൾക്ക് പ്രചാരം ലഭിക്കാനുള്ള ഒരു കാര്യം, ഇന്ന് യൂട്യൂബിലായിക്കോട്ടെ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ ഒരുപാട് വെബ്സൈറ്റുകൾ ഇന്ന് ഫ്രീ ആയിട്ടുള്ള ഈ സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റും ക്ലൈമറ്റ് ചേഞ്ചുമായിട്ടുള്ള കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈവൻ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി വരെ ഫ്രീ ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇന്നത്തെ ജെൻസി കിഡ്സിനിടയ്ക്ക് വളരെയധികം അവയർനെസ് ക്രിയേറ്റ് ചെയ്യുകയും അവർ ആ മേഖലകളിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ജെൻസി കിഡ്സിൻ്റെ പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പഠിച്ച കാലഘട്ടത്തിലുള്ള ജോബോ അല്ലെങ്കിൽ ആ ഒരു അറിവോ അല്ലെങ്കിൽ ആ ഒരു ജോലി സാധ്യതയോ വെച്ച് അവരെ ഉപദേശിക്കാതിരിക്കുക. നിങ്ങളും ഈ പറയുന്ന സസ്റ്റൈനബിലിറ്റി ജോബ്സിനെ കുറിച്ചും ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് മക്കൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രീമിൽ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഈ മേഖലകളിലേക്ക് പോകാമെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് അവർക്ക് ഉപദേശം കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉപദേശം അവർ സ്വീകരിക്കും.